അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരു ലത്തീഫ് വർക്കലിലെ ലത്തീഫിന്റെ വിഷയം മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിൽ നേരത്തെ ഉണ്ടായിരുന്ന പടലപ്പിണക്കങ്ങൾ സുധാകരനും സതീഷിനുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നേരത്തെ ഗ്രൂപ്പൊക്കെ അവസാനിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഗ്രൂപ്പുകൾ നിലനിൽക്കുന്നു, നേതാക്കൾക്കിടയിൽ അസാരസ്യം തുടരുന്നു. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല, അതിന് മുൻപ് തന്നെ പലതും പുറത്തു വരികയാണ്. അത് സ്വാഭാവികമാണല്ലോ. ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ള അതിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് സ്വന്തം മൂക്കിനപ്പുറം കാണാൻ കഴിയാത്ത ഒരുപാട് നേതാക്കന്മാർ ആ പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ്. അത് സംസ്ഥാന തലത്തിലും മാത്രമല്ല, ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലുമൊക്കെ സ്ഥിതി അത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന UDF-ന് മെച്ചപ്പെട്ട വിജയം ഉണ്ടാവും. ഒരുപക്ഷെ 2019 അത്രയുമല്ലെങ്കിലും അതിനോട് അടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാകും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിന്റെ അർത്ഥം കോൺഗ്രസ്സുകാർ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ദിശാബോധത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും പാർട്ടിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് കരുതി എന്തെങ്കിലും പ്രവർത്തനം നടത്തിയെന്നുള്ളതല്ല. സത്യം പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഏത് മണ്ഡലത്തിൽ നോക്കിയാലും മതി, തിരുവനന്തപുരത്താണെങ്കിലും ശരിയാണ്, പാലക്കാട്ടാണെങ്കിലും കാസർഗോട്ടാണെങ്കിലും ഒക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി ഏറ്റവും അധികം കൈമേമർന്ന് പ്രവർത്തിച്ചത് അതാത് സ്ഥലങ്ങളിലെ കോൺഗ്രസ് നേതാക്കന്മാരാണ്. കോൺഗ്രസ് പ്രവർത്തകർ ഞാൻ പറയില്ല, കോൺഗ്രസ് നേതാക്കളാണ്. ഒരു പക്ഷേ വടകരയിൽ അങ്ങനെ ഏതെങ്കിലും 1-2 മണ്ഡലങ്ങളിൽ ഒഴിച്ച് മറ്റൊരു സ്ഥലത്തും കോൺഗ്രസ്സുകാർ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചിട്ടില്ല. വടകരയിൽ തന്നെ കോൺഗ്രസ്സുകാരെക്കാളും ആത്മാർത്ഥമായിട്ട് UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചത് മുസ്ലിം ലീഗുകാരാണ്. അപ്പൊ ഇതാണ് സാഹചര്യം. പക്ഷേ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജയത്തിന്റെ അവകാശം ആർക്കാണ്? അത് ആരുടെ ക്രെഡിറ്റിലാണ് എഴുതേണ്ടത്, ആരുടെ കണക്കിലാണ് അത് പറ്റെഴുതേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോൾ മൂപ്പളമ തർക്കമുണ്ട്. കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായാൽ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മാറും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഇവരുടെ മേന്മകൊണ്ടല്ല, മറ്റേ ഭാഗക്കാരുടെ ഭാഗത്തുള്ള അത്യന്ത ഗുരുതരമായ കൃത്യവിലോപം കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട്. അതൊരു പ്രതിപക്ഷ അനുകൂല വികാരമല്ല. ഈ കാര്യം നമ്മുടെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാകാതെ പോയതുകൊണ്ടാണ് 2019 വലിയ വിജയത്തിന് ശേഷം 2021 ദയനീയമായ തിരിച്ചടി നേരിടേണ്ടി വന്നു. അപ്പൊ നമുക്ക് പണ്ട് നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ടല്ലോ, കുതിരയെ നമുക്ക് വെള്ളത്തിനടുത്തേക്ക് കൊണ്ടുപോകും, പക്ഷെ വെള്ളം കുടിപ്പിക്കാൻ പറ്റുകയില്ല. ഇതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. കോൺഗ്രസിനെ ആൾക്കാരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാലും കോൺഗ്രസ്സുകാർ ആ ജയിപ്പിച്ച ആൾക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇത്ര എനിക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ.